ഈ ദൂതുപത്രിയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല കുറച്ച് വെളിച്ചം നല്ലൊരു സംഭവം ചെറിയൊരു മഴ ഉണ്ടായിട്ടാണ് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഫോഗ് വന്നാണ്ട് നിറഞ്ഞു എന്നുള്ളത്. കാരണം ഇപ്പോൾ കാഴ്ച ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ട ഇപ്പോൾ ഈ പൈൻ മരങ്ങളുടെ ഇടയിലേക്കൊക്കെ നോക്കി നോക്കി അവിടെയൊക്കെ ഫോഗ് വന്ന് നിറഞ്ഞ്. അതുമാത്രമല്ല മഴ ഇങ്ങനെ ഫോഗിൻ്റെ ആ സമയത്തുള്ള ചെറിയൊരു ചാറ്റൽ മഴയും കൂടിയിട്ടുണ്ട്. ഉണ്ടാ ഫോഗ് വന്ന കുതിരകളാണ്, ഒരുപാട് കുതിരകളാണ്, 100 കണക്കിന് കുതിരകൾ അങ്ങനെ അഴിച്ചിട്ടേക്കാണ് ഇവിടെ. ഈ കുതിരകളൊക്കെയും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഈ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ മീൻസ് ഇവിടെയൊക്കെ മഞ്ഞായി കഴിഞ്ഞാൽ ഈ 2-3 മാസം കുതിരകൾക്ക് പണിയില്ല, കുതിരകളൊക്കെ റെസ്റ്റാണ്. അത് കഴിഞ്ഞാലാണ് ടൂറിസ്റ്റ് മഞ്ഞിൻ്റെ സമയത്ത് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും കുതിരപ്പുറത്ത് അങ്ങനെ മഞ്ഞിൽ പോകാൻ പറ്റില്ല കുതിരകൾക്ക്. 10 അടിയിലൊക്കെ മഞ്ഞ് വരും എന്ന് പറഞ്ഞു. ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ 10 അടി താഴ്ചയ്ക്കൊക്കെ മഞ്ഞുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുതിരകൾക്ക് ഈ ഒരു സീസണാണ്, അതായത് ഒരു മെയ് തൊട്ടിട്ട് മെയ് ജൂലൈ ആഗസ്റ്റില് അങ്ങനെയുള്ള ഈ ഒരു സീസണിൽ മാത്രമേ കുതിരകൾക്ക് ഇവിടെ കൂടുതൽ പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ കുതിരകളൊക്കെ പുറത്തിറക്കില്ല, കാരണം അത്രയും മഞ്ഞായിരിക്കും. ഇപ്പോൾ ഈ സീസണിലാണ് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് കാശ്മീരും താഴ്വരയുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ കുതിരപ്പുറത്ത് പോകാൻ പറ്റും. നമ്മളവർ കൊണ്ടുപോകും ചെയ്യും, ഓരോ സ്ഥലങ്ങളിൽ നിന്നിട്ട് നമ്മളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകും ചെയ്യും. കാശൊരു സംഖ്യ പോവും, കാരണം കുതിരയ്ക്ക് തൊട്ടാ കാശാണ്. എന്നെങ്കിലും നമുക്കതൊരു എൻജോയ്മെൻ്റാണ്. പക്ഷേ കുതിരപ്പുറത്ത് ഇരുന്നിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു പരിപാടിയാണല്ലോ കുതിരപ്പുറത്ത് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ആദ്യം കുറച്ച് സമയം, ആ ഒരു പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞാണ്ട് ശരിയാവും, നമ്മളും കുതിരേനോടൊരു ശരിക്കുള്ള ഒരു റൈഡറായി തീരും. അതാണ് ഇവിടെയൊക്കെ വന്നാലുള്ളൊരു ഗുണം. ഞങ്ങൾ ഈ സമയത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് കാശ്മീർ വാലി ഒരുവിധമൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടാണ്, അങ്ങനെ ഒരു ഗുണം കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ്. ആകെ ഫോഗ് വന്നല്ലേ, ശരിക്കും തണവുണ്ട്, നല്ല തണവുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് അത്യാവശ്യം തണവുണ്ട്, നിങ്ങൾ വലിയ ഓവർ തണവുമില്ല നമുക്കല്ലേ. ആ സ്ഥലം നമ്മൾ വേണ്ടാച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇപ്പൊ ഇതിൽ വന്ന നമുക്കിപ്പോ ഈ കാലാവസ്ഥ മാറ്റല്ലേ, അതാണ് കൂടുതൽ അട്രാക്ഷൻ. അതെ, ഈ കാലത്ത് വരുമ്പോ ഭയങ്കര നല്ല കാലാവസ്ഥ. ഇത് അതേപോലത്തെ വെയിലാണ് വെച്ചെങ്കിൽ അത്ര കൊണ്ട് ഫീൽ ചെയ്യില്ല ഞങ്ങൾക്ക്. അതേ സമയത്ത് വിന്റർ സീസണിൽ ജനുവരി സീസണിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാനേ പറ്റില്ല. അതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാശ്മീർ താഴ്വര ഒരുവിധം ഉൾപ്രദേശങ്ങളിലൊക്കെ കറങ്ങിയല്ലേ, അത് ഈ ഒരു സമയത്ത് വന്നാലേ നടക്കുള്ളൂ. ഒരു കണക്കിന് ഈ ഒരു സമയത്ത് ഇപ്പൊ ഐസ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ പ്രകൃതി ഭംഗിയും അതിനേക്കാൾ ഉപരിയാണ്. മറ്റേ ഐസുള്ള കാരണം നമുക്ക് ഐസ് മാത്രമേ, പിന്നെ ഉൾപ്രദേശത്തേക്ക് പോകാനും പറ്റില്ല അധികം. ഈ ഏരിയയിലുള്ള ആൾക്കാർ തന്നെ ഇപ്പൊ നമ്മളിപ്പോ 2 മാസം കഴിഞ്ഞ് കുതിരയുടെ സവാരിയൊക്കെ നിർത്തി വെക്കും. പിന്നെ മഞ്ഞ് പെയ്തു തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നേരെ ശ്രീനഗറിലേക്ക് പോകും, ഇങ്ങനെയുള്ള ഈ ലൊക്കേഷനിൽ നിന്നൊക്കെ. കാരണം മഞ്ഞ് കൂടി താൽക്കാലികമായിട്ട് അതിനുള്ള വീട് ഉണ്ടാക്കും. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ ഞാൻ നേരത്തെ കാണിച്ചത് കണ്ട, അവിടെയൊക്കെ കാണാം ചെറിയ ചെറിയ വീടുകൾ കണ്ട, അതൊക്കെയാണ് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ വേനൽക്കാലത്ത് വന്നത് താൽക്കാലികമായിട്ടുള്ള റൂമാണ്, ടെന്റ് പോലെ അടിച്ചിട്ട്. അത് എല്ലാവരും വേണ്ട വെച്ചിട്ട് തിരിച്ച് ശ്രീനഗറിലേക്ക് പോകും. ഇതാ മഴ വരുന്നുണ്ട്. ഓക്കെ.